നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാനാവാതെ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനമാണ് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക്. ആ പച്ചമുളകും കാന്താരി മുളകും നട്ട ശേഷം പലർക്കും പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് കീടങ്ങളുടെ ആക്രമണം വരും. അതല്ലെങ്കിൽ പച്ചമുളക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കായ്ക്കില്ല, പൂവിടില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ പച്ചമുളക് കൃഷിയെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും കൃഷിയിലേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പറയുന്നത് പച്ചമുളക് എങ്ങനെ നന്നായിട്ട് കായ്പ്പിക്കാം, നന്നായിട്ട് പൂ പിടിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കടക്കാം. പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് വിളവ് ലഭിക്കുന്നില്ലാത്തൊരു ചെടിയാണെങ്കിൽ നമ്മൾ 2 ഘട്ടങ്ങളായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ 2 ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പച്ചമുളക് നന്നായിട്ട് കായ്ച്ചു വരും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചിരട്ടെടുക്കുക, മീഡിയം സൈസ് ചിരട്ടെടുക്കുക. എന്നിട്ട് അതിൽ പകുതി എല്ലുപൊടിയും പകുതി ചാണപ്പൊടി ഇടുക. ഇത് നമ്മുടെ ചെടിച്ചട്ടിയിൽ നന്നായിട്ട് ഇളക്കിയ ശേഷം നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക. എല്ലായിടത്തും നന്നായിട്ട് ആവുന്ന രീതിയിൽ വിതറിയിട്ട് ശേഷം മണ്ണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ വേരുകൾ ഡാമേജ് പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാനും. അതിനുശേഷം നമ്മൾ ഒരു പഴത്തിൽ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ അരിഞ്ഞിടുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നമ്മളിത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മറ്റ് പ്രാണികളോ സാധനങ്ങളോ ഒന്നും വീഴാത്ത രീതിയിൽ നമ്മൾ എടുത്തു വെക്കുക. ഒരു 6-7 ദിവസം കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് ഈ വെള്ളം 2 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കുക. ഇത് നമ്മൾ ചെടികൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഴയില്ലാത്ത സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയുള്ളപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എഫക്റ്റീവ് ആവില്ല. അപ്പം മഴയില്ലാത്തൊരു സമയം നോക്കുക, എന്നിട്ട് അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രയേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചെടി നന്നായിട്ട് കൊല കുത്തി പൂക്കാൻ തുടങ്ങും. നമ്മളിത് സ്പ്രേ ചെയ്ത് ഈ വളപ്രയോഗം കഴിഞ്ഞ ശേഷം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. ചെടിയിൽ അവിടെ ഇവിടെയായിട്ട് നന്നായിട്ട് കിളിർപ്പുകൾ വരാൻ തുടങ്ങും, തൂമ്പൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങും. ചെടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവിടാൻ തുടങ്ങും. അങ്ങനെ പൂവിട്ട് വരുമ്പോൾ തന്നെ ചെടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒട്ടുമിക്ക 90% പൂക്കളും അത് കായായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരുപാട് പേര് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ട്രിക്കാണ്. അത് അറിയാത്തവരൊന്നും ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് പച്ചമുളക് നന്നായിട്ട് കായ്പ്പിച്ചെടുക്കാൻ പറ്റും.